ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. നമ്മുടെ ഫ്ലോപ്പ് ആയിട്ടുള്ള കൊച്ചി ട്രിപ്പിൻ്റെ പാർട്ട് 2. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു, നമ്മൾ കൊച്ചി ഹോട്ടലിൽ എത്തുന്നത് വരെ ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയിരുന്നു. അതിനുശേഷം കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്നുള്ളത് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി കൊച്ചിയിലെത്തി, റൂമിൽ കയറി. പക്ഷെ ജോയിനിങ്ങിൻ്റെ ഡേറ്റായി, നാളെ ജോയിൻ ചെയ്യണം പോയി രാത്രി. അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ കോൾ വന്നിന്. എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് അറിയില്ല. വെറും വാക്സിനേഷൻ എടുത്തിട്ട് പോകുന്ന പോലെയായി. ഞാനാണെങ്കിൽ എല്ലാ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ഇപ്പോൾ ഒന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നാളെ കയറി പോകണം. നാളെ കയറി പോയപ്പോഴാണ് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ ഫ്ലൈറ്റ് ഇല്ല, ഉച്ചക്കാവില്ല. കാരണം എനിക്ക് ഇവിടുന്ന് 10 മണിക്ക് കഴിഞ്ഞിട്ട് അതും വാക്സിനേഷൻ ചെയ്തിട്ട് അവിടെ എത്തുമ്പോഴേക്കും 12 ആവും. അപ്പോൾ 12 മണിക്കത്തെ എനിക്ക് കയറാൻ കഴിയില്ല, കാരണം ലഗേജ് എല്ലാം പാക്ക് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നാളെ പോയി നാളെ നാട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് ഉച്ചയാകുമ്പോഴേക്ക് വീട്ടിലെത്തിയിട്ട് ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഇനി ഞാൻ അവിടെ നിന്ന് പിന്നെയും ട്രെയിനിൽ കയറി മംഗലാപുരം പോയി, മംഗലാപുരത്ത് നിന്ന് നൈറ്റ് 8 മണിക്ക് ഫ്ലൈറ്റ്, 8:30. ഇതാണ് നാളത്തെ ഷെഡ്യൂൾ. ഒന്നും ചെയ്യാൻ കയറി. കാരണം നമ്മൾ ബുക്ക് ചെയ്ത ഊബർ നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല 20-21 ഉള്ള രീതിയിൽ ജോയിനിങ് ഉണ്ടാവുന്നിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അപ്പം ഓൾറെഡി അവർക്കറിയാം അങ്ങനെ യെല്ലോ ഫീവറിൻ്റെ വാക്സിനേഷൻ എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോഴും നമ്മൾ അതൊക്കെ കണക്കാക്കി ഒന്നുകിൽ നാളെ രാത്രി വാക്സിൻ എടുത്തു കഴിഞ്ഞ് ഒന്ന് കൊച്ചിയിൽ വന്നതല്ലേ, അപ്പം കൊച്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് നാളെ രാത്രി ബസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബസ്സിലോ, അല്ലെങ്കിൽ ബസ്സിൽ, അല്ലെങ്കിൽ മറ്റന്നാൾ ട്രെയിനോ അങ്ങനെ വെച്ചിട്ട് പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഹോട്ടലിൽ റൂമിൽ വന്ന് കയറിയപ്പോൾ തന്നെ കോളായിരുന്നു. അപ്പം ഭയങ്കര ആകെ ഡെസ്പായി പോയി. എല്ലാം ഒരുമാതിരിയുള്ള അവസ്ഥയായി പോയി. വിചാരിച്ചിട്ടേ ഇല്ല. കാരണം 1 മിനിറ്റ് ഇപ്പോൾ റെസ്റ്റ് ഇല്ലാത്ത ട്രാവൽ ആയിക്കൊണ്ടിരിക്കുവായിരുന്നല്ലേ. ഇന്നലെയാണ് മിനിഞ്ഞാന്നിൻ്റെ തലേന്നാന്ന് തോന്നുന്നല്ലേ, 2 ദിവസം മുന്നേ ചെന്നൈ ടു മുംബൈ പോയി ഫ്ലൈറ്റിൽ. ആടുന്ന് അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് റെസ്റ്റ് ചെയ്യാണ്ട് അത് കഴിഞ്ഞ് നേരെ മുംബൈ ടു നാട്ടിൽ വന്ന്, നാട്ടിൽ നിന്ന് പിന്നെ നേരെ ഇങ്ങോട്ട് കൊച്ചിയിലോട്ടേക്ക് വന്ന് ഇനിയിപ്പോൾ നാളെ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് ലഗേജ് പാക്ക് ചെയ്ത് 1 മിനിറ്റ് ഇരിക്കാണ്ട് ഇനിയിപ്പോൾ ആദ്യമേ പോകണം എയർപോർട്ടിലേക്ക്. ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഒരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഷെഡ്യൂളായിപ്പോയി. അപ്പോഴും നമ്മൾ ഇന്നെന്തായാലും വന്ന സ്ഥിതിയാണ്. ഇപ്പോൾ പുറത്ത് ഫുഡെല്ലാം കഴിക്കാൻ പോകണം. അപ്പം അതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാമെന്ന് കരുതി. ഇതൊരുമാതിരി എന്നാ പറയണ്ടേ, ഇങ്ങനൊന്നും ആർക്കും സംഭവിക്കരുത്. ഒരുമാതിരി എടുത്തേ പിടിച്ചേന്നുള്ള പോലെ ആയിപ്പോയല്ലോ. അതും ഇപ്പം നമ്മൾ ഈ ഒരു ട്രെയിൻ ബുക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സമയമെങ്കിലും എത്തി. ഇല്ലെങ്കിൽ നാളെ രാവിലെയോ അങ്ങനെ എത്രയെങ്കിലും എത്തുക. നമ്മൾ വന്ദേ ഭാരത് എടുത്തുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ ഈ ഒരു 4 മണിക്കൂർ കൊണ്ട് 3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. ആകെ ഒരു മൂഡ് ഓഫ് ആയിപ്പോയി. ഒരു വന്നതേ എല്ലാം കൂടി കൊള്ളായി എന്ന് പറയില്ലേ, കൊള്ളായി കയ്യിൽ തന്ന് അല്ലേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് വന്നിട്ട് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. ഊബർ വന്നിട്ടുണ്ട്. ഇപ്പൊ ഊബറിലാണ് പോണം. നാളത്തെ ഷെഡ്യൂൾ. അപ്പൊ ഇപ്പത്തൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മള് അങ്ങനെ പറയാം. പക്ഷെ ആലോചിക്കുമ്പോ കഷ്ടപ്പാട് ആലോചിക്കുമ്പോ ഈ പറഞ്ഞതുപോലെ കൊച്ചിയിൽ വന്നിട്ട് കറങ്ങാൻ പറ്റാത്തതിലും നല്ല എനിക്ക് സങ്കടം. അത് ഇനിയും വന്നു കഴിഞ്ഞാൽ നമുക്ക് കറങ്ങാൻ പോവാവുന്നതേ ഉള്ളൂ. പക്ഷെ അതല്ല, ഇതിപ്പോൾ ഒരു റെസ്റ്റ് ഇല്ലാത്തൊരു ട്രാവലായി പോകും ഏട്ടന്. ഞങ്ങളുടെ കാര്യം പോട്ടെ, കാരണം നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ തന്നെയാണല്ലോ എന്ന് കരുതാം. പക്ഷേ ഏട്ടനാണെങ്കിൽ ഇവിടുന്ന് നാളെയാണ് ഫ്ലൈറ്റ് പറഞ്ഞിട്ടുള്ളത് കൊച്ചി ടു കണ്ണൂരിലേക്ക്. 11:20-25 ആകുമ്പം വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ണൂരെത്തി, കണ്ണൂർ എയർപോർട്ട് ടു നമ്മുടെ വീട്ടിലേക്ക് പോയി. അതൊരു 1 അവറോളം ട്രാവൽ ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ലഗേജൊക്കെ പാക്ക് ചെയ്യണത്രേ. ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചൊന്ന് ഫ്രഷായി നേരെ കണ്ണൂർ സ്റ്റേഷനിലേക്ക് പോകണം. അവിടുന്ന് മംഗലാപുരം സ്റ്റേഷനിലേക്ക്, അവിടുന്ന് എയർപോർട്ടിലേക്ക്. അവിടെ നിന്നാണ് ഏട്ടൻ 8:25 ഫ്ലൈറ്റ് പറഞ്ഞിട്ടുള്ളത്. സോ പിന്നെ ഭയങ്കര ടെൻഷനായി. കാരണം ട്രെയിന് എപ്പോഴും ലേറ്റ് ആവുന്നതാണ് ട്രെയിന്. അപ്പം ട്രെയിന് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കണക്കൂട്ടിലൊക്കെ തെറ്റും. ഇനി അവിടെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് ട്രാഫിക്കൊന്നും ഇല്ലാതെ എത്തിപ്പെടണം.
കാരണം ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ അവിടെ നല്ല ട്രാഫിക് ആയിരിക്കും. ഇതൊക്കെ കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി. എനിക്ക് ചെറിയൊരു കാര്യം കിട്ടിയാൽ പൊതുവേ ഞാൻ ടെൻഷൻ അടിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാനേ പറ്റുന്നുണ്ടായിട്ടില്ല. എനിക്ക് മൈൻഡ് ഫുൾ അത് തന്നെയായിരുന്നു. ഫ്ലൈറ്റ് കിട്ടൂലേ, ജോയിനിങ് നടക്കാതിരിക്കൊന്നുമില്ലല്ലോ, ജോയിനിങ് എന്തായാലും കിട്ടണമല്ലോ നമുക്ക്. അപ്പോൾ ഫ്ലൈറ്റ് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർ പറയുന്ന സമയത്ത് മുംബൈയിലേക്ക് റീച്ച് ആവാൻ പറ്റൂ. ഏട്ടന് മുംബൈയിലേക്കാണ് മംഗലാപുരത്ത് നിന്ന് പോകാൻ പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി അവർ പറഞ്ഞത് ശരിക്കും ഉച്ചയ്ക്ക് പോകണം എന്നായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും നമുക്ക് കൊച്ചിയിൽ നിന്ന് കണ്ണൂരെത്തി അവിടുന്ന് മുംബൈയിലേക്ക് എത്താൻ പറ്റൂല. അതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ്, കുറേ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവർ മംഗലാപുരത്ത് നിന്ന് നൈറ്റ് ഫ്ലൈറ്റ് എടുത്തത്. അതെന്തായാലും വരണമെന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ടെൻഷനിലാണ്. പിന്നെ നമ്മൾ എന്തായാലും അവിടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ഓൾറെഡി ഫുഡൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തായാലും കൊച്ചിയിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് ലുലു മാൾ, നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ലുലു മാൾ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ലുലു മാളിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. മെയിനായിട്ട് ചേട്ടനൊരു ഫോൺ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിക്കുമെന്നൊന്നും നമ്മൾ ഉറപ്പിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞു. മാളിൽ കയറിയ സ്ഥിതിക്ക് നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തായാലും ഷോപ്പൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലോസ് ആവും, കാരണം നമ്മൾ അവിടെ എത്തുമ്പം തന്നെ ഏകദേശം ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഷോപ്പൊന്നും ക്ലോസ് ചെയ്യണ്ട, നമുക്ക് നേരെ ഒന്ന് ഫോണിൻ്റെ സെക്ഷനിലോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഈ ഒരു ഷോപ്പിലേക്കായിരുന്നു പോയിട്ടുണ്ടായത്, ഇതിൻ്റെ ലുലു മോളിൽ തന്നെ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ എല്ലാം ഐഫോണിൻ്റെ കാറ്റഗറീസാണ് വരുന്നത്. അപ്പോൾ ആപ്പിളിൻ്റെ കാറ്റഗറീസ് ആയതുകൊണ്ട്, ഐഫോണൊക്കെ ആയതുകൊണ്ട് നമ്മൾ അത് വേണ്ടാന്ന് വെച്ചു. നേരെ പിന്നെ എല്ലാ ഫോൺസും കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ചുറ്റി നടക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്നു എവിടെയാണ് എല്ലാ ഫോൺസും കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ചോദിച്ച സമയത്ത് ഇങ്ങനെ ആപ്പിളിൻ്റെ ഒരു ഷോപ്പും വരുന്നുണ്ട്, അതുപോലെ സാംസങ്ങിൻ്റെ മാത്രം വരുന്നുണ്ട്. അപ്പം ഏട്ടന് OnePlus എടുക്കണം എന്നാണ് ആഗ്രഹം. ജസ്റ്റ് ഒന്ന് നമ്മൾ അന്വേഷിച്ച സമയത്ത് ലുലു ഫാഷൻ്റെ ഉള്ളിൽ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ സെല്ല് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ വേണ്ടി. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ആ എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്ക് അങ്ങ് വരുന്നുണ്ടായിട്ടില്ല. കാരണം ഈ ഒരു സ്ഥലത്തോട്ട് നടക്കുമ്പോഴും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഇത്രയും ഒരു മാളിലൊക്കെ വന്നിട്ട് ഞാൻ ഇത്രയും ഡെസ്പായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു മൂഡ് ഓഫ് ആയിട്ട് നടക്കുന്നത്. അപ്പോൾ വേറൊന്നിനും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. നേരെ നമ്മളെ ഫോണാണല്ലോ മെയിനായിട്ട് നോക്കാൻ നേരത്തിയത്. കാരണം ഏട്ടൻ്റെ ഫോൺ ഓൾറെഡി ഹാങ് പ്രശ്നം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഷിപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും ഫോണിന് സംഭവിച്ചാൽ ഇവർക്ക് വാങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പം പിന്നെ ഏതെങ്കിലും പോർട്ടിലെത്തി ഷോർ ലീവൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഫോണൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് പിന്നെ എന്തായാലും ഫോൺ നോക്കിയേക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അപ്പം എന്തൊക്കെയോ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് ഉണ്ട്. എല്ലാം അടിപൊളിയായിട്ട് നടന്ന് കാണണമെന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റിയൊരു മാനസികാവസ്ഥയല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ എല്ലാം നോക്കിയൊന്ന്, പക്ഷേ എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ. ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ എന്തായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുക, ഒരു നമ്മുടെ മൈൻഡിൽ എന്തൊക്കെയായിരിക്കും കടന്നു പോകുന്നത്. ഞാൻ ആ സമയത്തും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫ്ലൈറ്റ് കിട്ടുന്ന കാര്യവും, അതുപോലെ ഏട്ടൻ എങ്ങനെയെങ്കിലും മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ് 8:25 മംഗലാപുരത്ത് നിന്ന് അതിൽ കിട്ടണേ. അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ എനിക്കൊരു സമാധാനമാവും. കാരണം ഇതിന് അത് ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവരുടെ ബോർഡിങ്ങും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കറക്റ്റായി ഒന്ന് ഫ്ലൈറ്റ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനമാവും. അപ്പോൾ നമ്മളങ്ങനെ ഫോണിൻ്റെ കാറ്റഗറിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം OnePlus നോക്കി. ആക്ച്വലി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ OnePlusൻ്റെ അടുക്ക ആരും ഉണ്ടായിട്ടില്ല. നമുക്ക് ഒരു കസ്റ്റമർ സർവീസ് OnePlusൻ്റെ ആ ഒരു കാറ്റഗറിയിൽ എനിക്ക് തീരെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. നമ്മൾ കുറേ ആൾക്കാരോട് ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഉണ്ടോ, അത് ജസ്റ്റ് നമുക്ക് ഫോണിനെ കുറിച്ച് അറിയണമല്ലോ, പറഞ്ഞു തരാൻ ആരെങ്കിലും വേണ്ട. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ, ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ ഫോണിനെ കുറിച്ച്. അപ്പോൾ അത് അവരാണ് ഇവരാണെന്നൊക്കെ പറയുന്നതല്ലാണ്ട് ആരും വന്നിട്ടില്ല നമുക്ക് ഫോണിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ സാംസങ്ങിൻ്റെ ഒരു കാറ്റഗറിയിലേക്ക് പോയി. അവിടെ നിന്ന് അവർ ആ ഫോണിനെ കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫോണിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു. EMI പ്ലാൻസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഏട്ടൻ പറഞ്ഞു ഇപ്പം എന്തായാലും ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ എത്തിയ സമയത്ത് ആളുടെ മൈൻഡ് അങ്ങ് ചേഞ്ചായി. ഇനിയിപ്പം ഫോൺ എടുക്കണ്ട അങ്ങനെയുള്ളൊരു മൈൻഡിലേക്ക് എത്തി. പിന്നെ ഫോണിനെക്കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു തന്നു അവർ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെന്നാൽ ഇനി വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, നമുക്ക് നേരെ ഫുഡ് കോർട്ടിലേക്ക് പോകാമെന്ന്. ഇനി പുറത്തൊന്നും പോയിട്ട് ഫുഡ് കഴിക്കണമെന്ന് കരുതി നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി.
ഒരു ദോശയല്ല റോസ്റ്റാണ് വാങ്ങിച്ചത്, നെയ് റോസ്റ്റും അതുപോലെ ബിരിയാണി ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. റോസ്റ്റ് മോക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിച്ചതാണ്, പക്ഷേ ആൾ റോസ്റ്റ് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നേരെ മാൾ കറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോഴേക്ക് ആ സമയത്തേക്ക് ഏട്ടന് ഫുൾ ഫോൺ കോളായിരുന്നു. കാരണം വീട്ടിലും എല്ലാവരുടെ അടുത്തും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, നമ്മളെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ ഒരു ജോയിനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ജോയിനിങ് ആയ കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ മാൾ കറങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഇറങ്ങിയിട്ടുണ്ടായത്. പക്ഷേ എല്ലാ ഫ്ലോറിൽ പോകുമ്പോഴും ആ ഫ്ലോറിലെ എല്ലാ ഷോപ്പുകളും ക്ലോസ്ഡ് ആയിരുന്നു. കാരണം ഓൾമോസ്റ്റ് 11 മണിയായിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോഴേക്ക്. സോ ഒന്നും കാണാനില്ല, എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ലുലു മാൾ കാണുക ആ ഒരു പ്ലാനും അങ്ങനെ അട്ടർലി ഫ്ലോപ്പായി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. കൊച്ചിയിൽ കാലെടുത്ത് വെച്ചപ്പോൾ തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നിനു പിറകെ ഒന്നായിട്ട് ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നത്തെ കാര്യം മാത്രമല്ല കേട്ടാ, നാളെയും നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പിന്നെ പതിയെ പറയാം. എന്തോ ഒരു എന്താ പറയുക, ശനി പിടിച്ച പോലെയായിരുന്നു നമ്മൾ കൊച്ചിയിൽ കാലെടുത്ത് കുത്തിയപ്പം തൊട്ടിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായത്. ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യമാണെങ്കിൽ അത് പോട്ടേന്ന് കരുതുക, ഇതിനേക്കാളും വലിയ സംഭവങ്ങളായിരുന്നു നമ്മളെ പിറ്റേന്ന് കാത്തിരിക്കുന്നതെന്ന് അറിയാതെയാണ് നമ്മൾ ഈ ഊബറും പിടിച്ചിട്ട് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോ കൂടി നിങ്ങൾ മുടങ്ങാതെ കാണണം, മിസ്സാക്കരുത്. അതിലാണ് ഏറ്റവും വലിയ സംഭവം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ റൂമിൽ പോയി വേഗം കിടന്നുറങ്ങി നാളത്തേക്ക് ഉള്ള ഹറിബറി ഓട്ടപ്പാച്ചലിൻ്റെ തിരക്കായിരിക്കും നാളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.